ഹായ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു മലയാളം ഹൊറർ മൂവിയുടെ റിവ്യൂവുമായിട്ടാണ്. ഫീനിക്സ് എന്ന മലയാളം മൂവി. ഈ മൂവിയുടെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ ഇതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ അഞ്ചാം പാതിരയും ഗരുഡൻ്റെ ഒക്കെ സ്ക്രിപ്റ്റ് റൈറ്ററായ മിഥുൻ മാനുവലാണ്. അതുതന്നെ ഒരു വലിയൊരു എക്സ്പെക്റ്റേഷൻ തരുന്ന ഒരു ഫാക്ടർ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കിടിലൻ സാധനമായിരുന്നു. ഒരു വഞ്ചിയിൽ അജു വർഗീസ് ഫാമിലിയും അതിൻ്റെ റിഫ്ലക്ഷനിൽ ഒരു ക്യാരക്ടർ എക്സ്ട്രാ ആയിട്ട് കാണിച്ചിട്ട് അതും ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത ഒരു പോസ്റ്ററാണ്. പിന്നീട് ഇതിൻ്റെ ഒരു ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ട്രെയിലറും ഒരു ഹൗസ് വാമിങ് സീൻ കാണിക്കുന്നത് അതും അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു എക്സ്പെക്റ്റേഷൻ തരുന്ന രീതിയിലാണ് കാണിച്ചിരുന്നത്. അപ്പോൾ ആ എക്സ്പെക്റ്റേഷനിൽ ഞാൻ കണ്ട ഒരു മൂവിയാണ് ഫീനിക്സ്. ചുരുക്കത്തിൽ പറയണമെങ്കിൽ ആ എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്തില്ല എനിക്ക്. നമ്മുടെ സ്ഥിരം ടെംപ്ലേറ്റായ മലയാളം മൂവീസിൽ പൊതുവേ കാണുന്ന മലയാളം മൂവീസല്ല, പൊതുവേ ഹൊറർ മൂവീസിൽ കാണുന്ന ടെംപ്ലേറ്റായ ഒരു ഫാമിലി വീട്ടിൽ വന്ന് താമസിക്കുന്നു. അതൊരു ഹോണ്ടഡ് വീടായിരുന്നു. അവർ കുറേ എക്സ്പീരിയൻസ് ചെയ്തിരുന്നു. പിന്നെ അതിന് പിന്നാലെ പോകുന്ന എന്താണ് കാരണം എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറി കാണിക്കുന്നു. പിന്നീട് ഒരു ആ കൺക്ലൂഷനിൽ കുറേ ഹൊറർ സീൻസും കാണിക്കുന്നു. അപ്പോൾ ഇത്രത്തോളമാണ് പൊതുവേ ഉള്ള ഒരു ടെംപ്ലേറ്റ് ഹൊറർ മൂവീസിൻ്റെ ഇത്രയും കാലം കണ്ടിരുന്നത്. ആ ടെംപ്ലേറ്റിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമായിട്ട് തോന്നിയില്ല ഈ ഫീനിക്സ് എന്ന മൂവി. പക്ഷേ ടെംപ്ലേറ്റിൽ എടുത്തിട്ടുണ്ടെങ്കിലും അതിൽ ബാക്കി സീൻസ് കുറച്ചുകൂടി വ്യത്യസ്തമായി എടുത്തിരുന്നെങ്കിൽ രസമായി തോന്നിയിരുന്നേ എന്ന് തോന്നി. ഇനി ടെംപ്ലേറ്റിൽ നമുക്ക് എന്തായിരുന്നു എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയാം. ടെംപ്ലേറ്റിൽ ആദ്യത്തെ പീസായ ഹോണ്ടഡ് വീട് കാണിക്കുന്ന സീൻസ് അത് കുഴപ്പമില്ലാത്ത നല്ല രസമായിട്ട് തന്നെ തോന്നി. അതിൽ അജു വർഗീസിൻ്റെ റോള് നന്നായിട്ട് ചെയ്തിരിക്കുന്നുണ്ട്. അജു വർഗീസിന് ആ ക്യാരക്ടർ ഡിഫൈൻ ചെയ്ത് ചെയ്യുന്നത് ഒരു റൂഡ് മനുഷ്യനായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അത് രസമായിട്ട് തോന്നി. നെൽജയ്ക്ക് അധികം പെർഫോം ചെയ്യാനുള്ള സീൻസ് ഒന്നും ഉണ്ടായില്ല. 3 കുട്ടികളാണ് പിന്നെ കാണിച്ചിരിക്കുന്നത്. കുട്ടികളും തിരക്കേട്ടില്ലാത്ത ആ സീൻസൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ആ എറ കാണിക്കുന്നത് 90s എറയാണ്. ആ 90s എറയും നല്ല രസമായിട്ട് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. പിന്നീട് ഫ്ലാഷ് ബാക്ക് സ്റ്റോറിയിലേക്ക് പോകുന്നത്. ഫ്ലാഷ് ബാക്ക് സ്റ്റോറിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്നത് അനൂപ് മേനോൻ, ചന്ദു, പുതിയൊരു നടിയാണ് പിന്നെ കാണിക്കുന്നത്. ഈ 3 പേരാണ് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ചന്ദുനാഥിൻ്റെ സീൻസ് ചന്ദുനാഥ് സൂപ്പർ ആക്കിയിട്ടുണ്ട്. അനൂപ് മേനോൻ ആസ് യൂഷ്വൽ ആളുടെ മാനറിസംസ് തന്നെ ആൾ യൂസ് ചെയ്തതിന് പ്രത്യേക സാധനങ്ങളൊന്നും ഇറക്കിയിട്ടില്ല. അത് പക്ഷേ കാണിച്ചിരിക്കുന്നത് ഒരു 70s എറയാണ്. ആ 70s എറ നല്ല രസമായിട്ട് കാണിച്ചിട്ടുണ്ട്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. പിന്നീടാണ് ക്ലൈമാക്സ് സീൻസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഒരു പെൺകുട്ടിയുടെ അജു വർഗീസിൻ്റെ മോളുടെ റോൾ ചെയ്ത ഒരു പുള്ളിക്കാരി, ആളുടെ പെർഫോമൻസ് അത് രസമായിട്ട് തന്നെ തോന്നി. പിന്നെ ആ സീൻസൊക്കെ കുറേയൊക്കെ അത്രയ്ക്ക് ഹൊറർ സൈഡൊക്കെ കാണിച്ചത് അത്രത്തോളം സുഖമായിട്ട് തോന്നിയില്ല. അത്രയ്ക്ക് പേടിപ്പിക്കുന്ന രീതിയിൽ തോന്നിയില്ല. പക്ഷേ ആക്ടിങ് സൈഡിൽ ചന്ദുനാഥിൻ്റെയും പെൺകുട്ടിയുടെയും അത് അടിപൊളിയായി തോന്നി. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിലറിൽ കാണിച്ച ആ ഹൗസ് വാമിങ് സീൻ, ഒരു അച്ഛൻ ഹൗസ് വാമിങ്ങിന് കണ്ട സീൻസ് ഒന്നും ഈ മൂവിയിലില്ല. അതെന്തുകൊണ്ടാണ് ആഡ് ചെയ്യാണ്ടിരുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ ആ ഇമ്പാക്റ്റും മൊത്തത്തിൽ മൂവിക്ക് ഉണ്ടായില്ല. ഇതിൽ ഫ്ലാഷ് ബാക്ക് സീൻസ് ഭയങ്കരമായിട്ട് ലെങ്തി ആയിരുന്നു. ഈ ഹൊറർ മൂവിയിൽ നിന്ന് മറ്റൊരു ജേണലിലേക്ക് സ്വിച്ച് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. ഒരു ലവ് സ്റ്റോറിയിലേക്ക് സ്വിച്ച് ചെയ്ത പോലെ ഹൊറർ നമുക്ക് മറന്നു പോകുന്നു. അത്രയ്ക്ക് ലെങ്തി ലവ് സ്റ്റോറിയാണ് കാണിക്കുന്നത്. പിന്നെ ടുവേർഡ്സ് ദ എൻഡ് നമ്മുടെ ആ ലവ് സ്റ്റോറി കഴിഞ്ഞിട്ട് ഹൊറർ സീനിലേക്ക് തിരിച്ചെത്തുമ്പോഴും അത്രത്തോളം ഹൊററായിട്ട് എനിക്ക് തോന്നിയില്ല. തുടക്കത്തെ ആ ഇമ്പാക്റ്റും ഉണ്ടായില്ല. തുടക്കമാണ് നമുക്ക് കുറച്ച് ഒരു ഹൊറർ മൂവിക്ക് ഹെൽപ്പ് ചെയ്യുന്ന കുറേ സീൻസ് ഉണ്ടായത്. ടെക്നിക്കൽ കാര്യത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ ക്യാമറ വർക്ക് തിരക്കേടില്ലാത്ത ക്യാമറ വർക്കായിരുന്നു. ചില സീൻസൊക്കെ നല്ല രസമായിട്ട് തോന്നി. അധികം ലൈറ്റപ്പ് ഒന്നും യൂസ് ചെയ്യാതെ ആ ജേണർ മൊത്തത്തിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ക്യാമറമാന് സാധിച്ചു. മ്യൂസിക്കിലേക്ക് കിടക്കുകയാണെങ്കിൽ ആ മൂവിക്ക് എന്താ വേണ്ടതെന്ന് ഡെലിവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ തുടക്കത്തെ ഹൊറർ സീൻസിൽ കുറച്ച് മ്യൂസിക് ഓവർടേക്ക് ചെയ്ത് പോയ പോലെ തോന്നി. മൊത്തത്തിൽ നല്ലൊരു ആ പോസ്റ്ററും ട്രെയിലറും തന്ന എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള മൂവിയായിട്ട് എനിക്ക് തോന്നിയില്ല. അത്രയും ഗംഭീര പോസ്റ്ററും ഗംഭീര ട്രെയിലറായിരുന്നു തന്നിരുന്നത്. ഞാൻ ഈ മൂവിക്ക് കൊടുക്കുന്ന റേറ്റിംഗ് 6.5 ഔട്ട് ഓഫ് 10 ആണ്. നിങ്ങൾ ഈ മൂവി കണ്ടതാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഇതിൽ മെൻഷൻ ചെയ്യണം. നിങ്ങൾക്ക് ഈ റിവ്യൂ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.